അസ്സലാമു അലൈക്കും. ചില സത്യങ്ങൾ പറയണം എന്ന് ഏപ്രിൽ 21, 2026. അതായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഉയർന്ന വിദ്യാഭ്യാസം പഠിപ്പിച്ചുകൊണ്ടുള്ള നേട്ടങ്ങളൊന്ന് വിലയിരുത്തിയാൽ നമ്മളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. എന്ത് നേട്ടമാണ് ഈ നാടിനുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വലിയ വിദ്യാഭ്യാസം പഠിച്ച് വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ടാകുമ്പോൾ 10 ലക്ഷം രൂപ മുതൽ പിന്നെ 300 കോടി രൂപ വരെ വാങ്ങി വെച്ച് പലതരം ഓപ്പറേഷൻ ചെയ്ത് ജനങ്ങളെ കൊന്നു കളയാനല്ലേ ഉയർന്ന വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത്. ഇത് ഹറാമല്ലേ? അതായത് നുണ പ്രചരിപ്പിക്കുന്നതും അത് ചെയ്യുന്നതും അത് പ്രോത്സാഹനം ചെയ്യുന്നതും ഹറാമാണ്. അത് പോക്കറ്റടി ആയാലും ശരി, ബ്ലേഡ് വെച്ച് പോക്കറ്റടി ആയാലും ശരി, ബാങ്ക് വെച്ചിട്ട് കള്ളത്തരം ചെയ്ത് പൈസ അടിക്കുന്നതായാലും ശരി, പിന്നെ ഈ വലിയ വിദ്യാഭ്യാസം ഉണ്ടാക്കിയിട്ട് IAS മുതൽ IPS റാങ്ക് ഉയർന്ന ജഡ്ജിമാർക്ക് വരെ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം അവരുടെ മൂർത്തിയിൽ കൊള്ളും. കാരണം എൻ്റെ ഉമ്മയും വാപ്പയും ഉണ്ടാക്കിയാണ് ഉദ്യോഗസ്ഥന്മാർ കണക്കാണ് ഉണ്ടാക്കിയതിൻ്റെ ഫലമായിട്ട് ഇന്ന് ബലങ്ങാട് ജലവൈദ്യുതി 9 ലക്ഷം പേർക്ക് ജോലി. അതായത് ജോലി മാത്രമല്ല, അതായിട്ടുള്ള കുറേ ഉൽപ്പന്നമുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ ഒരു ദിവസം ജോലി ചെയ്താൽ എത്ര വീട്ടിൽ കറണ്ട് കിട്ടും, അത് എന്തൊക്കെ സാധനത്തിന് ഉപയോഗിക്കും. ഇങ്ങനെ ഇപ്പോൾ പുതിയ സമ്പ്രദായം 50 യൂണിറ്റ് കറണ്ട് വരും വീടിന്. പൈസക്കൊക്കെ ചിലവുണ്ട്, അതൊന്നും ഇപ്പോൾ നമ്മൾ നിർത്തിയാൽ നിൽക്കില്ല. പിന്നെ മെയിൻ്റനൻസും നിർത്തിയാൽ നിൽക്കില്ല. നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നമ്മളെ വലിയ ഉദ്യോഗം പഠിച്ചിട്ടുള്ള ഏതൊരാളെക്കുറിച്ച് നോക്കിയാലും അവൻ ഈ നാടിന് എന്ത് നേട്ടമാണ് ചെയ്തത്? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉദ്യോഗം വരെ കള്ളത്തരം ചെയ്തിട്ടാണ്. ആ ഉദ്യോഗത്തിൽ ഇരുന്നിട്ട് ഓരോ പണിയും ചെയ്യുന്നത് കള്ളത്തരം ചെയ്തിട്ടാണ്. അപ്പോൾ ശരിക്ക് ഇവൻ ഈ നാടിനും, അതായത് ഭാരത മാതാവിന് എതിരായിട്ടല്ലേ ഉദ്യോഗസ്ഥന്മാരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരെ പോകുക. പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ട് നുണ പ്രചരിപ്പിക്കുക, നുണ പറയുക. അതായത് വേറൊരുത്തൻ്റെ എല്ലാ ബാത്റൂമുകളിലും CCTV വെച്ച് അശ്ലീലങ്ങളെടുത്ത് നിരപരാധികളുടെ പേരിൽ ഇവരാതി കുറ്റം ചെയ്തത് എന്ന് പറഞ്ഞ് പോക്സോ കേസ് ഉണ്ടാക്കലും ഹറാമിൽ നിന്ന് ഹറാമിലേക്ക് തന്നെയാണ് പോകുന്നത്. മുസ്ലിം പണ്ഡിതന്മാർക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ ഹറാമ് ചെയ്യുന്നില്ല എന്ന്? ഒരാളെങ്കിലും നിങ്ങളൊന്ന് മാറ്റി കാണിച്ചു തരും. അവർ ദുആ ചെയ്യുന്ന ഒരാളുടെ ദുആയെങ്കിലും പടച്ചോൻ സ്വീകരിക്കാത്തതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ നുണ പ്രചരിപ്പിച്ചാൽ പോരാ. ചില സമയങ്ങൾ എടുക്കില്ല എന്ന് പറയല്ല, ചില സമയങ്ങളല്ല നിങ്ങളുടെ അടുത്ത് തെക്കുവയില്ല. അതാണ് കാര്യം. അത് ഏത് മുജാഹിദായാലും ഇല്ല. പിന്നെ ഞാൻ തന്നെ പറയുന്നുള്ളൂ, കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ, അതായത് 2024 പിന്നെ നോലുമ്പ് കഴിഞ്ഞ് ചെറിയ പെരുന്നാളിന് 3ാമത്തെ പെരുന്നാളിന് ഞാൻ പിന്നെ പൊന്നാനി കടലിൻ്റെ അടുത്ത് പോയി. എനിക്ക് നല്ല ചെമ്മീൻ കുറച്ച് വാങ്ങണം. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ പിടിക്കണം എന്ന് വിചാരിച്ചാൽ പോയത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ സമ്പ്രദായം നിലവിലില്ല. അതായത് റമളാനിൽ പല സാധനം പൂട്ടിയിരുന്നു. ഞാൻ നോലുമ്പ് എടുക്കുന്നത് എൻ്റെ ആവശ്യമാണ്, സമുദായത്തിൻ്റെ ആവശ്യമല്ല, നാട്ടുകാരുടെ ആവശ്യമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ചെയ്യുന്നത് എനിക്ക് മാത്രം വേണ്ടിയിട്ടാണ്. ഞാൻ നല്ല കർമ്മത്തിൽ എൻ്റെ മാതാപിതാക്കളെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാനാണ്. അതിന് ഹറാമാണ് പ്രവർത്തിക്കുന്നത്. അതായത് റമളാൻ മാസത്തിൽ കട പൂട്ടിയിരുന്നത് തെറ്റാണ്. അതിൻ്റെ വാടക ഈ ഒരു മാസത്തിന് കച്ചവടം കുറയും എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ വാടക വാങ്ങാൻ പാടില്ല എന്നത് സത്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൽ പിഞ്ച് കുട്ടികൾ അവരുടെ ഭക്ഷണം വന്ന് വാങ്ങുന്നത്, അവർ കഴിക്കുന്നത്, അതുപോലെ വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് പിന്നെ അവർക്ക് മരുന്ന് കഴിക്കാനും ഭക്ഷണം കിട്ടാനും വഴിയുള്ളവർ ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൽ നുണ പ്രചരിപ്പിക്കുക എന്നിട്ട് ഹറാമാണ് ചെയ്യുന്നത്. ഹറാമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം, ഹറാമാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരുണ്ടായതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? ഏത് ജില്ലാ കളക്ടറാവട്ടെ, ഏത് സുപ്രീം കോടതി ജഡ്ജിമാരാകട്ടെ, ഹൈക്കോടതി ജഡ്ജിമാരാകട്ടെ, ജില്ലാ കോടതി ജഡ്ജിമാരാകട്ടെ, എന്താണ് നിങ്ങളുടെ നേട്ടം? നുണ പറയലല്ലേ? ഇത് ഹറാമ് പ്രചരിപ്പിക്കലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഹറാമെന്ന് വെച്ചാൽ നിങ്ങളും നിങ്ങളുടെ കൂട്ടകുടുംബം നശിക്കുന്നൊരു സാധനം. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് 4-5 കുട്ടികളുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരെന്തെങ്കിലും ക്ഷേമം നേരം പോലെ അവർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് അവർ കുറച്ച് പങ്ക് വെക്കും, കുറച്ച് അവർക്കാണ് കൊടുക്കും, കുറച്ച് മറ്റാക്കും. ഈ മയക്കുമരുന്ന് പിടിക്കാനും അത് ശിക്ഷിക്കാനും ഇന്ത്യൻ പാർലമെൻ്റ് ഒരു നിയമമിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ആ നിയമം ശക്തമായിട്ടുണ്ടാക്കണം. ഇവർക്ക് വധശിക്ഷ കുറഞ്ഞൊന്നും കൊടുക്കാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ, അത് ആരാണ് ഉള്ളത് എന്ന് അന്ന് അന്വേഷിക്കണം. ഏത് കമ്പനി അത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ഒന്ന് അന്വേഷിക്കണം. അത് എവിടെയായാലും കണ്ടെത്തണം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ
സൈബർ സെല്ലിലെ പിന്നെ ഉന്നത ഉദ്യോഗസ്ഥർ അതിൽ ചെറുതും വലുതുമില്ല. പോലീസിനെ എല്ലാം കൂടിയാണ് ഏൽപ്പിച്ചിരിക്കുക. എല്ലാം കൂടി പോലീസിനെ ഏൽപ്പിക്കാൻ പറ്റില്ല. ഇതിന് ഓരോന്നിനും ഓരോ ട്രെയിനിങ്ങും വരേണ്ടത് അത്യാവശ്യമാണ്. ആ ട്രെയിനിങ് വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൃഷിപ്പണിക്കാരന്, അതായത് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നവന് തകരാറ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അവൻ്റെ ഉൽപ്പാദനവും വിതരണവും ഇവിടെ മുടക്കില്ലാണ്ട് എല്ലാവർക്കും കിട്ടണം. ഇപ്പം ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നത് പണ്ടൊക്കെ നെല്ല്, പൂളക്കിഴങ്ങ്, കുമ്പളം, മത്തനൊക്കെ ആയിരുന്നു, കയ്പയൊക്കെയായിരുന്നു. ഇപ്പോൾ പിന്നെ അതായത് എൻ്റെ 2 അനുജന്മാർ മരിച്ചത് ഈ സ്കിന്നിൻ്റെ രോഗം വന്നിട്ടാണ്. ആ രോഗം, കരൾ രോഗം ഇനി വരാതിരിക്കാനുള്ള മരുന്ന് ഉൽപ്പാദിപ്പിച്ചിട്ടാണ് ഞാൻ വിതരണം ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? എൻ്റെ ഈ വാക്കുകളിൽ നുണ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? എൻ്റെ 400ഓളം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഐഡികളാണ്. അതിൽ നുണ പ്രചരിപ്പിക്കുക ഇത് ഹറാമാണ്. അത് ആര് ചെയ്താലും ഹറാമാണ്. അതിന് പ്രോത്സാഹനം ചെയ്യുന്നത് ഹറാമാണ്. ഹറാമൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരാൾക്കും ഖബറിൽ നേരെ കിടക്കാൻ കഴിയില്ല, മയസറയിലും പോകാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് എന്താ നിങ്ങൾക്ക് നേട്ടം? ഇവിടുത്തെ ഉദ്യോഗം പഠിച്ചതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ കാലഘട്ടത്തിൽ എനിക്ക് തന്നെ 68 വയസ്സായി. ഇതുവരെ വന്നത് കംപ്ലീറ്റ് തെറ്റാണ് എന്നാണ് ഞാൻ ഈ ലോകത്തോട് ബോധിപ്പിക്കുന്നത്. ഒരു വലിയൊരാൾ, ഇപ്പം ഞാൻ എൻ്റെ കാര്യം ആദ്യം പറഞ്ഞു, എൻ്റെ വാപ്പ പിന്നെ ഉള്ളത് രീതി വെച്ച് അത് പഠിപ്പിച്ചുണ്ടാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടി. നാളെ എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ മെക്കാനിക്കൽ ഇഞ്ചൻ പണിയാണ് എടുത്തത്. അതുപോലെ സ്വന്തം ജീവിക്കാൻ മാത്രമല്ല, അത് സമൂഹത്തിനും വലിയ ബാധ്യതയുണ്ട്. അത് മാത്രം പോരാ. അത് ജീവിക്കാനുള്ളൊരു തൊഴിലും വിദ്യാഭ്യാസം മാത്രമേ ആയുള്ളൂ. അതല്ല അതിൻ്റെ ഉദ്ദേശം. അത് പോരാ. ഇത് വേണം. ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ്. നമുക്ക് ജീവിക്കണം, ജോലി ചെയ്യണം, പുനർചിന്ത വേണം എന്ന് വിചാരിച്ചാൽ നമ്മളെ ജനിച്ചത് കൊണ്ട്, നമ്മൾ ജീവിച്ചത് കൊണ്ട് ഇതര സമുദായങ്ങൾക്ക് പിന്നെ അത് ജാതിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, മനുഷ്യത്വം. അവർക്ക് പലതരം നന്മകൾ ചെയ്യാൻ, അതായത് ഒരു വാർഡിൽ 2000 കോടി ആൾക്ക് ജോലിയുള്ള കൊണ്ടുവരണം. അതാണ്. 200 പേർക്കാണെങ്കിൽ നിങ്ങൾ കൊടുന്നോ, വേണ്ട 20 പേർക്കെങ്കിലും കൊടുന്നോ. അപ്പോൾ ഇത്തരം വീഴ്ചകളാണ് നമ്മളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന്, നമ്മളെ പണ്ഡിതന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇത് ഹറാമാണ്. നുണ വളച്ചൊടിക്കലും നുണ പറയലും പ്രചരിപ്പിക്കലും ഹറാമാണ്. അപ്പോൾ അതിൽ നിന്ന് മാറ്റം വരുത്തണമെന്ന് അപേക്ഷിക്കുന്നു. പാർലമെൻറ്റിനോട് പുതിയ നിയമം ഇടണം. സൈബർ സെല്ലിന് നിയമം വേണം. മയക്കുമരുന്നിന് നല്ല നിയമം വേണം. അതായത് ഈ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി എവിടെയാണ് എന്ന് കണ്ടെത്തണം. അത് നമുക്ക് തിരുത്താൻ കഴിയണം. അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു കള്ളത്തരം ചെയ്യുന്നൊരു ബോർഡുണ്ട്. അത് അവരെവിടെ വർക്ക് ചെയ്യുന്നു കണ്ടെത്തണം. അതിന് നിയമം കൊണ്ടുവരണം. ഇനി പൊതുജനങ്ങളുടെ ഇങ്ങനെ കൊള്ളയടിക്കാൻ ഇനി സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? സമ്മതിക്കില്ല. ഓരോരുത്തർക്കും സ്വയം പര്യാപ്തത, എന്നിട്ട് അവരുടെ വരുമാനത്തിൽ നിന്ന് പിന്നെ വരുമാനം അനുസരിച്ച് ഒരു കൊല്ലത്തിൽ ഇത്ര രൂപ സർക്കാരിന് കൊടുക്കുക എന്നൊരു രീതി വേണം. അതുപോലെ തന്നെ നമ്മളെ തിരഞ്ഞെടുപ്പും മാറ്റം വരുത്തണം. ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് നടക്കില്ല. ഇനി നല്ല തിരഞ്ഞെടുപ്പ് നമുക്ക് കൊണ്ടുവരണം. അത് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതാത് പഞ്ചായത്തിലേക്ക് ജയിച്ചവരും തോറ്റവരുടെയും ലിസ്റ്റ് ഉണ്ടാക്കുക. അവർക്കായിരിക്കും ഇനി വോട്ടുണ്ടാവുക. പഞ്ചായത്ത് വോട്ടാണ് നമുക്കുണ്ടാവുക. ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരണം. നമ്മുടെ ചെലവ് ചുരുക്കൽ എന്ന് മാത്രമല്ല, അതേറ്റ് ഒട്ടനവധി കാര്യങ്ങൾ കൊണ്ടുവരാം. നല്ല നല്ല തീരുമാനങ്ങൾ കൊണ്ടുവരണം. ഇതുവരെ മെമ്പറായിട്ടുള്ള ഒരാളും പിന്നെ സോഷ്യൽ എന്ന് വെച്ചാൽ നോളജിക്കൽ എഡ്യൂക്കേഷൻ എന്ന സാധനം, നോളജിക്കൽ എഡ്യൂക്കേഷൻ അതായത് വിവരസാങ്കേതിക വിദ്യയിലുള്ളൊരു ഇതുവരെ ആരുമില്ല. ഞാൻ മത്സരിച്ചിട്ടില്ല, അതിൽ വിജയിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുമില്ല. അപ്പം ഞാൻ തന്നെ പറഞ്ഞു, എന്നെ മുഖ്യമന്ത്രിയാക്കിയാൽ പിന്നെ 20 കോടി ആളുകൾക്ക് ജോലി സ്ഥാപനം കൊണ്ടുവരും. കയറി അന്ന് അതല്ല, പിന്നെ 3.5 കൊല്ലം 4 കൊല്ലം ഞാൻ സുമാർ ഏറ്റിട്ടുണ്ട്. അത് പോരാ, കുറച്ചും കൂടി കൂടുതൽ വേണമായിക്കോട്ടെ, അത് കൊണ്ടുവരും. അത് മാത്രമല്ല, പിന്നെ 25,000 രൂപ പെൻഷൻ കൊടുക്കും. ഈ പെൻഷൻ കൊടുക്കണമെങ്കിലേ അതിന് പകരം സംവിധാനം വേണം. അതുപോലെ മറ്റുള്ള കാര്യങ്ങളും. അപ്പോൾ ഇതിൽ ഒരു പരാതിയുണ്ട്. ആണുങ്ങളുടെ കാര്യത്തിന് തീരുമാനം എടുത്തിട്ടുണ്ട്. ആണുങ്ങൾക്ക് ഞാൻ അന്തസ്സായ തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം മരുന്ന് കൊടുക്കുന്നുണ്ട്, അവർ ജോലിക്ക് പര്യാപ്തതാക്കുന്നുണ്ട്, ജോലി നൽകുന്നുണ്ട്. അവർ ജോലി ചെയ്ത് ജീവിക്കട്ടെ, ജോലി ചെയ്യട്ടെ. അവർക്ക് ഭാര്യമാരെ കിട്ടാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ തരംതിരിച്ചത്. എൻ്റെ വിദ്യാഭ്യാസം വളരെ ചുരുങ്ങിയതാണ്. എഴുതാനും വായിക്കാനും മാത്രമേ അറിയുള്ളൂ. അതിൽ തെറ്റൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അത് തെറ്റ് വരും. കാരണം അങ്ങനെയാണല്ലോ. തെറ്റ് ശരിക്കും വിദ്യാഭ്യാസമുള്ളവർ കോടാനക്കോടി ആളുകളെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ചോദ്യം ചെയ്തത്. കോടാനക്കോടി, എല്ലാ മതവും, എല്ലാ മതക്കാരും അതിൽ പെടും. അതാണ് ഏറ്റവും വലിയ അത്ഭുതം.
ഇത് ഞാൻ വെറുതെ ഒരു കോമാളി പറഞ്ഞാന്ന് വിചാരിക്കണ്ട. ഇവിടെ ജനിച്ച ആളുകൾ ജോലിക്ക് അവിടെ പോകും. നിങ്ങളിങ്ങനെയൊക്കെ കാണിച്ചാൽ അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ, മരുന്ന് വേണ്ടേ? ഒരു മരുന്നിൻ്റെ പേരിൽ ആവശ്യപ്പെട്ട 10 ലക്ഷം മുതൽ 10 കോടി ഡോളർ വാങ്ങിയിട്ട് അവരെ കൊന്നു കളയാമെന്ന് അതിൻ്റെ കണക്ക്. ഇതാണോ നിങ്ങൾ പഠിച്ച നിയമം? ഇതാണോ നിങ്ങളെ മാതാപിതാക്കളെ നിങ്ങളെ പഠിപ്പിച്ച്? അതിനുവേണ്ടി നുണ പറയലാണോ? കള്ളരേഖ ഉണ്ടാക്കലാണോ? ശരിയായ എവിഡൻസിലേക്ക് കിടക്കണം.